ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി. വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ യേശുവിൻ്റെ ശരീരം വച്ചിരുന്നിടത്ത് ഒരുവൻ തലക്കിലും ഇതരവൻ കാൽക്കലുമായി ഇരിക്കുന്നത് അവൾ കണ്ടു. അവർ അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? അവൾ പറഞ്ഞു, എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. അവർ അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. എന്നാൽ അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു, പ്രഭോ, അങ്ങ് അവനെ എടുത്തുകൊണ്ടുപോയെങ്കിൽ എവിടെ വെച്ച് എന്ന് എന്നോട് പറയുക. ഞാൻ അവനെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം. യേശു അവളെ വിളിച്ചു, മറിയം. അവൾ തിരിഞ്ഞ് റബ്ബോനി, ഗുരു എന്നർത്ഥം എന്ന് ഹെബ്രായ ഭാഷയിൽ വിളിച്ചു. യേശു പറഞ്ഞു, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. എന്തെന്നാൽ ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. നീ എൻ്റെ സഹോദരന്മാരോട് അടുത്ത് ചെന്ന് അവരോട്, ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക. മഗ്ദലന മറിയം ചെന്ന്, ഞാൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരെ അറിയിച്ചു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി. ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം അഗാധമായ പ്രത്യാശയുടെയും വ്യക്തിപരമായ പരിവർത്തനത്തിൻ്റെയും ഒരു വചനം നാം കാണുന്നു. ഈ ഭാഗം മഗ്ദലന മറിയവും ഉയർത്തെഴുന്നേറ്റ യേശുവും കല്ലറയ്ക്ക് അടുത്തുള്ള കണ്ടുമുട്ടൽ വിവരിക്കുന്നു. സമയത്തെ മറികടന്ന് നമ്മുടെ ആത്മാവിൻ്റെ ആഴത്തിലേക്ക് നേരിട്ട് സംസാരിക്കുന്ന ഒരു നിമിഷം. ശൂന്യമായ ശവകുടീരം കണ്ടെത്തിയതിനു ശേഷം മേരി സങ്കടത്തിലേക്കും നഷ്ടത്തിലേക്കും പൊതിഞ്ഞ് കരഞ്ഞുകൊണ്ട് പുറത്തു നിൽക്കുന്നു. ഇവിടെയാണ് നമ്മുടെ കടുത്ത നിരാശയുടെ നിമിഷത്തിൽ അവൾ യേശുവിനെ കണ്ടുമുട്ടുന്നത്. അവൾ ആദ്യം അവനെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും ഈ ഏറ്റുമുട്ടലിൻ്റെ വഴിത്തിരിവ് ആഴത്തിൽ നീങ്ങുന്നു. യേശു അവളെ മറിയം എന്ന് പേരിട്ട് വിളിക്കുന്നു. അവളുടെ പേര് വിളിക്കുന്ന ഈ ലളിതമായ പ്രവൃത്തി തിരിച്ചറിയലും മനസ്സിലാക്കലും എപ്പോഴും ഒരു വ്യക്തിബന്ധത്തിലൂടെയും ദൈവത്താൽ അടുത്തറിയപ്പെടുന്നതിലൂടെയും വരുമെന്ന ശക്തമായ ഓർമ്മപ്പെടുത്തലാണ്. മറിയത്തോടുള്ള യേശുവിൻ്റെ സൗമ്യമായ വെളിപ്പെടുത്തൽ നമ്മുടെ ഏറ്റവും അഗാധമായ ദുഃഖത്തിൻ്റെയും ആശയക്കുഴപ്പത്തിൻ്റെയും നിമിഷങ്ങളിൽ എല്ലാം നഷ്ടപ്പെട്ടതായി തോന്നുമ്പോൾ നാം ഒറ്റയ്ക്കല്ല എന്ന സത്യം പ്രകാശിപ്പിക്കുന്നു. ദൈവം നമ്മെ അടുത്തറിയുന്നു, നാമം ചൊല്ലി വിളിക്കുന്നു. ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തെയും അനുഭവത്തെയും പരിവർത്തനം ചെയ്യുന്ന വിധത്തിൽ നമ്മെ തന്നെ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നു. യേശുവിനെ തിരിച്ചറിയാനുള്ള മേരിയുടെ പ്രതികരണം സന്തോഷവും ആഹ്ലാദവും നിറഞ്ഞതാണ്. നിമിഷങ്ങൾക്ക് മുമ്പ് അവളെ പൊതിഞ്ഞ ദുഃഖത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ഈ കണ്ടുമുട്ടൽ പുനരുത്ഥാന പ്രത്യാശയുടെ ശക്തിയുടെ തെളിവാണ്. ഇരുളടഞ്ഞ സാഹചര്യങ്ങളിൽ വെളിച്ചം കണ്ടെത്തുന്നതിൻ്റെയും എല്ലാം നിരാശാജനകമെന്ന് തോന്നുമ്പോൾ പ്രത്യാശ കണ്ടെത്തേണ്ടതിൻ്റെയും നമ്മുടെ സ്വന്തം അനുഭവങ്ങളെക്കുറിച്ചാണ് ഇത് സംസാരിക്കുന്നത്. സുവിശേഷ വിതരണത്തിൻ്റെ സന്ദേശം നമുക്ക് ഹൃദയത്തിലെടുക്കാം. നമ്മുടെ ഇരുണ്ട നിമിഷങ്ങളിൽ പോലും ഏറ്റവും ഏകാന്തത അനുഭവപ്പെടുമ്പോൾ പ്രത്യാശയുണ്ട്. ഉയർത്തെഴുന്നേറ്റ യേശു നാം എവിടെയായിരുന്നാലും നമ്മെ കണ്ടുമുട്ടുന്നു, നാമം ചൊല്ലി വിളിക്കുന്നു. പുനരുത്ഥാനത്തിൻ്റെയും പുതിയ ജീവിതത്തിൻ്റെയും വചനത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു. നമ്മുടെ സ്വന്തം പരീക്ഷണങ്ങളുടെയും ദുഃഖങ്ങളുടെയും സമയങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ദുഃഖത്തെ സന്തോഷമായും നമ്മുടെ നിരാശയെ പ്രത്യാശയായും രൂപാന്തരപ്പെടുത്തി ദൈവം നമ്മെ തന്നെ വെളിപ്പെടുത്തുന്ന അപ്രതീക്ഷിതമായ വഴികൾക്കായി നമുക്ക് തുറന്നിടാം.
നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി.